ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു പ്ലം കേക്കിൻ്റെ ടേസ്റ്റിൽ ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്ത് എടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മെൽറ്റായി വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു കേക്കിൻ്റെ ഫ്ലേവറൊക്കെ കളറും അതിനൊക്കെ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്. അതുകൂടെ നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. ഏത് തരം ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലോ അതെല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് പ്ലം കേക്ക് തിന്നാനൊരു ഇഷ്ടം തോന്നില്ലേ? എനിക്കങ്ങനെ തോന്നാറുണ്ട്. അങ്ങനെ പിന്നീട് ആ കേക്ക് കിട്ടിയിരുന്നെങ്കിൽ കഴിക്കാമെന്ന് തോന്നുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജാമാണ്, മിക്സഡ് ഫ്രൂട്ട് ജാമാണ് ചേർത്തിരിക്കുന്നത്. ഏത് ജാം വേണമെങ്കിലും ചേർക്കാം. അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോഴത്തേനും ആ ജാമൊക്കെ ഒന്ന് മെൽറ്റായി എല്ലാം കൂടെ ഈ ഒരു പരുവാവും. ഇത്രയും മതി. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. അതൊന്ന് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ 1 കപ്പ് പഞ്ചസാര ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ 2 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ നമ്മൾ അല്പം ജാതിപത്രി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുക്കാം. അതിൽ ഏലക്ക എടുത്തിട്ട് അതിൻ്റെ കുരു മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക്. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പഞ്ചസാരയില്ലേ, ഈ പഞ്ചസാര നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ക്രീമിനെ ഒത്തിരി അങ്ങ് സ്റ്റിക്കായി പോകണ്ട. നല്ലൊരു ടേസ്റ്റുള്ളൊരു ഐസ്ക്രീമാണ്. എല്ലാം കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ആ 1 കപ്പ് തിളപ്പിച്ചാറിയ പാലാണ്. അത് ഫുള്ള് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുന്നില്ല. കുറച്ചായിട്ട് ഒരു 2 ബാച്ചായിട്ട് ഒഴിച്ചിട്ട് അതുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. അതുകൂടെ നമ്മളൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് മിക്സാക്കി എടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റാക്കി എല്ലായിടത്തും ഒന്ന് മിക്സാക്കി എടുക്കാം. ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് എല്ലായിടത്തും ഒന്നും ആക്കിയെടുക്കാമേ. എല്ലായിടത്തും ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മുടെ ഐസ്ക്രീമിന് നല്ലൊരു ടേസ്റ്റും ഇടയ്ക്കൊന്ന് കടിക്കാനും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത്രയും മതി. നമ്മുടെ ഐസ്ക്രീമിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഐസ്ക്രീമാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് നമുക്ക് ഇതിനകത്തോട്ട് മാറ്റി കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള നല്ലൊരു ഐസ്ക്രീമാണ്. നമ്മുടെ പ്ലം കേക്ക് കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ആ ഒരു ടേസ്റ്റിലുള്ളൊരു ഐസ്ക്രീം നല്ല ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടെ ഒന്ന് മേളിൽ വിതറി കൊടുക്കാം. നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ചോക്ലേറ്റും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് ഫ്രീസറിൽ ഒരു 8 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീം എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും
ഒന്നും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ പ്ലം കേക്കിൻ്റെ ടേസ്റ്റിലുള്ള അടിപൊളി ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.